പലപ്പോഴും ഇതിലേക്ക് ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കണ്ടൊന്നും ചികിത്സിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, എപ്പോഴും വിശപ്പുണ്ടാവുക, അങ്ങനത്തെയുള്ള സ്വഭാവം ഉണ്ടാവും, അല്ലെങ്കിൽ ശരീരം എപ്പോഴും ചൂടായിരിക്കും, അല്ലെങ്കിൽ ഇവരിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം നോക്കി കഴിഞ്ഞാൽ ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ സ്പൈസസ് മിക്സ്ചറുകൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക. തൃത്തിപ്പഴപ്പുണ്ട് എന്ന് നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്കറിയാം, പുറത്തൊക്കെ ഒരു വേദന ഉണ്ടാവും, കെട്ടിയിരിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു വേദനയ്ക്ക് ഒരു സാധ്യതയുണ്ട്. ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഇത് ഈ രോഗം വന്നവർക്കറിയാം ഇതിന്റെ ബുദ്ധിമുട്ട്. ശരീരം മുഴുവൻ ഒരു കറുത്ത പാടുകൾ, അല്ലെങ്കിൽ അത് ചൊറിഞ്ഞ് തടിച്ച് ഒരു എലിവേറ്റഡ് പ്ലാക്സ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള അവസ്ഥകൾ, ചൊറിഞ്ഞ് തടിക്കുക എന്നതാണ് ശരീരത്തിന്റെ പല വികൃതമായിട്ടൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പലരുടെയും കൺസേൺ ആണ്. പലപ്പോഴും ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും മാറിപ്പോകുന്നില്ല. പലപ്പോഴും എത്ര ചികിത്സ ചെയ്താലും മാറിപ്പോകാത്ത രോഗങ്ങളായിട്ട് ഇതൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഇപ്പം എൻ്റെ ചികിത്സകൾ, നമുക്ക് വളരെയധികം വിജയിച്ചിട്ടുള്ള ഒരു ചികിത്സാ മെത്തേഡും കൂടിയാണ് ഒരു ലൈക്കൻ പ്ലാനസിന്റെ ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ചികിത്സിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഈ ലൈക്കൻ പ്ലാനസ് വരുന്ന എല്ലാവരിലും ഉള്ളൊരു കോമൺ സാധനമാണ്, ഒരു ലക്ഷണമാണ് പലപ്പോഴും മൂത്രത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ. മൂത്രപ്പഴുപ്പോ അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ മഞ്ഞ കളറിൽ പോവുക, വെള്ളം വെള്ളം കൂടി ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത് മൂത്രത്തിൽ അതിൻ്റെ ഒരു എഫക്റ്റ് വരിക. അപ്പോൾ യൂറിനറി ട്രാക്റ്റുമായിട്ട് അല്ലെങ്കിൽ ബ്ലാഡറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന രോഗമായിട്ട് എനിക്ക് പലപ്പോഴും ഇതിന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതിലേക്ക് ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കണ്ടൊന്നും ചികിത്സിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, വയൽച്ചുള്ളി എന്ന് പറയുന്ന ഒരു ചെടി നമുക്ക് പാടത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ലൈക്കൻ പ്ലാനസിന്റെ ഒരു തീവ്രതയെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അല്ല, ചികിത്സയായിട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി മനോഹരമായിട്ട് അതിനെ ചികിത്സിക്കാനും സാധിക്കുന്നതാണ്. ഈ വയൽച്ചുള്ളി എന്ന് പറയുന്ന ചെടി ഭയങ്കര ഒരു ആൽക്കലൈൻ സ്വഭാവത്തിൽ ഉള്ള ഒരു ചെടിയാണെന്ന് പറയാം. നമ്മുടെ ശരീരത്തിലെ ഈ അസിഡിറ്റിയാണ് ഒരു പരിധി വരെ ഈ ഒരു ബേസിക് കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ലൈക്കൻ പ്ലാനസിന്റെ ബേസിക് കാരണം എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. ഈ അസിഡിറ്റിയിൽ നിന്നാണ് ഒരു മൂത്രത്തിൽ പഴുപ്പൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ അസിഡിറ്റിയെ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു വയൽച്ചുള്ളിക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവർക്ക് മൂത്രത്തിൽ പഴുപ്പില്ലെങ്കിലും ലൈക്കൻ പ്ലാനസ് ഉള്ള പലർക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവർക്ക് ഹൈപ്പർ അസിഡിറ്റി ഉണ്ട്, എപ്പോഴും വിശപ്പുണ്ടാവുക, അങ്ങനത്തെയുള്ള സ്വഭാവം ഉണ്ടാവും, അല്ലെങ്കിൽ ശരീരം എപ്പോഴും ചൂടായിരിക്കും, അല്ലെങ്കിൽ ഇവരിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം നോക്കി കഴിഞ്ഞാൽ ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ സ്പൈസസ് മിക്സ്ചറുകൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക, അല്ലെങ്കിൽ മാനസിക സംഘർഷം ഉണ്ടാവുക. നമുക്കറിയാം, മാനസിക സംഘർഷം ഉള്ള ഒരു വ്യക്തിയിൽ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവും. അതിൽ നിന്നും നമുക്ക് ചിലപ്പോൾ ലൈക്കൻ പ്ലാനസിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കിൻ ഡിസീസിലേക്കോ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്നതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ആയുർവേദത്തിലുണ്ട്. അത് മനോഹരമായിട്ട് ചികിത്സിക്കുക, ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തുക. നമുക്കറിയാം, പലപ്പോഴും ഈ കെമിക്കൽ ഹെയർ ഡൈ ഒക്കെ ഇതിന് ലൈക്കൻ പ്ലാനസിന് കാരണമാകുന്നുണ്ട് എന്നുള്ള ഒരുപാട് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കെമിക്കൽ എക്സ്പോഷറുകളോ അല്ലെങ്കിൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരോ ഒക്കെ അവർ ശ്വസിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് ലൈക്കൻ പ്ലാനസിനൊക്കെ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള എക്സ്പോഷർ ഉണ്ടെങ്കിൽ, കെമിക്കൽ എക്സ്പോഷർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവാവുക. ശരീരത്തിൽ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ സമയത്തിന് ഭക്ഷണം കഴിക്കുക. ഒരുപാട് എരിവും പുളി ഉപയോഗിക്കുന്നവരാണെങ്കിൽ എരിവും പുളിയെ ഇല്ലാതാക്കുക. ഈ പറഞ്ഞ പോലെ നാരങ്ങ വെള്ളം, ഓറഞ്ച് ജ്യൂസ് അങ്ങനെയൊക്കെ പറയുന്ന ഭയങ്കരമായിട്ടുള്ള പുളിരസമുള്ള അല്ലെങ്കിൽ കുടംപുളിയുടെ ഉപയോഗങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഒരുപാട് ചായ കുടിക്കുന്നവർ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പപ്പടം പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഒഴിവാക്കുക. ഇത്തരമൊക്കെ ഭക്ഷണങ്ങൾ ഇല്ലാതാക്കുന്നതിലൂടെയും ഈ ആയുർവേദത്തിൽ പറയുന്ന ഇത്ര മനോഹരമായ ഒരുപാട് മരുന്നുകൾ, ലൈക്കൻ പ്ലാനസിനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരുപാട് മരുന്നുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൂത്രത്തിൽ പഴുപ്പുണ്ട് എന്ന് നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്കറിയാം, പുറത്തൊക്കെ ഒരു വേദന ഉണ്ടാവും, കെട്ടിയിരിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു വേദനയ്ക്ക് ഒരു സാധ്യതയുണ്ട്. നമുക്ക് അങ്ങനെ വേദനയും പ്ലസ് മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയൊരു ചൊടിച്ചിലും അല്ലെങ്കിൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സിക്കേണ്ടത് സ്കിന്നിനേക്കാൾ കൂടുതലായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചികിത്സിക്കുമ്പോഴാണ് അത് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ലൈക്കൻ പ്ലാനസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ടൊക്കെ സാധിക്കുക. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.